ദീർഘദൂര യാത്രക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ ദേശീയപാതകളുടെ ഓരത്ത് വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങിയിരുന്നു. ദീർഘദൂര യാത്രക്കാർക്ക് ഉറക്കമളച്ച് യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷ നേടാൻ വിശ്രമിക്കുന്നതിനും ഒപ്പം തന്നെ ശുചിമുറി സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിൽ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങിയത്. പക്ഷേ ഇവയിൽ എത്ര വിശ്രമ കേന്ദ്രങ്ങൾ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്? കോടിക്കണക്കിന് രൂപ ചെലവിൽ നിർമ്മിച്ച ഈ വിശ്രമ കേന്ദ്രങ്ങളുടെ നിലവിലെ സ്ഥിതി എന്താണ്? പ്രവർത്തനം പൂർണ്ണമായി നടക്കുന്നില്ലാത്ത വിശ്രമ കേന്ദ്രങ്ങളെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള നടപടിയാണ് അധികൃതർ സ്വീകരിക്കുന്നത്? നടപടികൾ സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണമെന്താണ്? ആരുണ്ട് ഈ പ്രശ്നങ്ങൾ സർക്കാരിനോടും ഉത്തരവാദിത്തപ്പെട്ട അധികൃതരോടും ചോദിക്കാൻ? ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. രണ്ടു വർഷം മാത്രമേ ഈ ഹോട്ടലിൽ നടന്നിട്ടുള്ളൂ. ഇത് ആർക്ക് പബ്ലിക്കിന് വേണ്ടി യാതൊരു ഉപയോഗവും ഇതിൽ ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നിന്ന് കിളിമാനൂരിലേക്ക് പോകുന്ന റോഡിൽ കീഴേക്കോണം എന്ന സ്ഥലത്താണ്. ഇവിടെ 6 വർഷങ്ങൾക്ക് മുമ്പ് 2 കോടി രൂപ ചെലവിൽ DTPCയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച വിശ്രമ കേന്ദ്രവും റെസ്റ്റോറന്റ് സമുച്ചയവുമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. 6 വർഷം മുമ്പ് ഏറെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ ഈ വിശ്രമ കേന്ദ്രത്തിന്റെ നിലവിലെ സ്ഥിതി ഇതാണ്. പ്രവർത്തനം ലാഭകരമല്ലാത്തതിനാൽ ലീസിന് ഈ ഹോട്ടൽ നടത്താൻ ഏറ്റെടുത്ത സ്ഥാപനം അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങി. ഒപ്പം ഹോട്ടലിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചതോടെ കഫറ്റീരിയയും അതോടനുബന്ധമായി പ്രവർത്തിച്ചിരുന്ന എല്ലാ സംവിധാനങ്ങളുടെയും പ്രവർത്തനം നിലച്ച മട്ടായി. എന്തിനേറെ പറയണം, പിന്നീട് ആ വിശ്രമ കേന്ദ്രവും ശുചിമുറിയും അടക്കം എല്ലാം അടച്ചുപൂട്ടേണ്ട സ്ഥിതി. ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ രഹസ്യ കേന്ദ്രമായി താവളമായി മാറിയിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ വിനോദസഞ്ചാര വകുപ്പ് തുടക്കമിട്ട കീഴായിക്കോണത്തെ ഈ DTPCയുടെ വിശ്രമ കേന്ദ്രം. സമീപ സ്ഥലങ്ങൾ ബിയർ കുപ്പികൾ കൂടിക്കിടക്കുന്ന സ്ഥിതി. പ്രധാന കവാടത്തിലേക്ക് കയറുന്ന വഴിയിലും അകത്തും എല്ലാം കാട് നിറഞ്ഞിരിക്കുകയാണ്. അവിടങ്ങളിലെല്ലാം മദ്യപസംഘം എത്തി ഈ സ്ഥലം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന പരാതിയുമായി നാട്ടുകാരും രംഗത്തുണ്ട്. ഏതാണ്ട് 1.6 ഏക്കർ സ്ഥലത്താണ് ഏറെ അഭിമാനത്തോടെ വിനോദസഞ്ചാര വകുപ്പ് ഈ വിശ്രമ കേന്ദ്രം തുടങ്ങിയത്. നമുക്കറിയാം, ദീർഘദൂര യാത്രക്കാർ ഏറെ എത്തുന്ന, ഏറെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു പാതയോരം കൂടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലെത്തുന്ന യാത്രക്കാർക്ക് സൗജന്യമായി വിശ്രമിക്കുന്നതിനും ശുചിമുറി സൌകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനുമായി ഇതിന് തൊട്ടു സമീപത്തായി ആ വിശ്രമ കേന്ദ്രം തുടങ്ങിയത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു വലിയ ഹോട്ടൽ സമുച്ചയവും. ഈ കഫറ്റീരിയയുടെ പ്രവർത്തനം ഏതാണ്ട് വലിയ ഭീമമായ തുകയ്ക്കാണ് ഒരു ഹോട്ടൽ ഗ്രൂപ്പ് ഏറ്റെടുത്തത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിയെങ്കിലും ലാഭകരമായി മുമ്പോട്ട് നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായതോടെ അവരിതിന്റെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള റെസ്റ്റോറന്റ്, കഫറ്റീരിയ, അതോടൊപ്പം തന്നെ ഈ സൗജന്യമായി വിശ്രമിക്കുന്നതിനുള്ള സ്ഥലം, ഇത്തരത്തിൽ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഈ പരിപാടികളൊക്കെ തുടക്കമിട്ടത്. പക്ഷേ ഈ ഭീമമായ തുക വാടകയായി നൽകേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം കാരണമാണ് ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്ക് പാതി വഴിയിൽ അത് ഉപേക്ഷിച്ചു പോകേണ്ട സ്ഥിതി എത്തിയത് എന്നാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകരും അടക്കം നമ്മളോട് പങ്കുവെക്കുന്നത്. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരടക്കം നമ്മളോട് ഒപ്പം ചേരുകയാണ്. അവർ ഏറെ നാളായി ഇതിന്റെ നിർമ്മാണം എത്രയും വേഗത്തിൽ പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി വിവിധ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ, അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്തിയിരുന്നെങ്കിലും അത് കൃത്യമായി ഫലം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകാഞ്ഞതാണ് ന്യൂസ് 8ന്റെ സാമൂഹ്യ ഇടപെടലിന്റെ ഭാഗമായി എന്തുകൊണ്ട് ഈ വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ വിഷയം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ശ്രീ അജയൻ, 6 വർഷം മുമ്പ് ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ ഒരു പദ്ധതിയാണിത്. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ? 2016 ഇത് തുടങ്ങുന്നത്. ഇത് മൊത്തം സർക്കാരിന്റെ റവന്യൂ പുറമ്പോക്ക് 2 ഏക്കർ 26 സെന്റ് സ്ഥലമാണ്. അതിൽ 1 ഏക്കർ 26 സെന്റ് സ്ഥലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് വിട്ടുകൊടുക്കുകയും ബാക്കി 1 ഏക്കർ
വെഞ്ഞാറോട് ഫയർ സ്റ്റേഷന് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തു. അതിന്റെ പണി ഏകദേശം പൂർത്തിയായി ഉദ്ഘാടനത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഇത് റവന്യൂവിന്റെ സ്ഥലമാണ് ഡിസ്ട്രിക്ട് പ്രൊമോഷൻ കൌൺസിലിന് കൈമാറിയത്. അന്ന് ഇവിടുത്തെ പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും പിന്നെ നിവേദനത്തെ തുടർന്ന് ഈ സ്ഥലം അനാഥമായി കിടന്നപ്പോൾ ഇതൊരു പാറക്കോറിയായിരുന്നു. അപ്പോൾ ഈ പാറക്കോറിയിൽ 200 മീറ്റർ മെയിൻ റോഡിന്റെ ചുറ്റളവിൽ ഖനനം പാടില്ല എന്നുള്ള നിയമം വന്നപ്പോൾ ഈ ഇവിടെ കോറി നിർത്തിവെച്ചപ്പോഴത്തേക്ക് 2 ഏക്കർ 26 സെന്റ് സ്ഥലം വെറുതെ ഇങ്ങനെ റോഡ് സൈഡിൽ സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ മുൻകൈ എടുക്കുകയും MLA ഒക്കെ മുൻകൈ എടുക്കുകയും പിന്നെ അത് റവന്യൂവിന് വകുപ്പിന് നിവേദനം കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഡിസ്ട്രിക്ട് പ്രൊമോഷൻ കൌൺസിലിന് ഈ സ്ഥലങ്ങളും കൈമാറുകയും ഇവിടെ ഈ സെന്റിന് എത്ര ലക്ഷം രൂപ വില മതിക്കുന്ന ഏകദേശം 15 ലക്ഷം രൂപയോളം ഒരു സെന്റിന് വില മതിക്കുന്ന എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വാങ്ങ വിലയാണ്. ഈ സ്റ്റേറ്റ് ഹൈവേയുടെ സ്ഥലത്ത് ഇപ്പൊ സ്ഥലം കിട്ടാനില്ല. 1 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ സർക്കാർ സ്ഥലം വേറെ എങ്ങും തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ 1 ഏക്കർ സ്ഥലം സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ വേറെ എങ്ങും തന്നെ ഇല്ല. അല്ല, ഇതിപ്പോ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉടലെടുത്തിട്ട് എത്ര നാളായി? ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉടലെടുത്തിട്ട് ഏകദേശം 7 വർഷത്തോളമായി. 2 വർഷം മാത്രമേ ഈ ഹോട്ടലിൽ നടന്നിട്ടുള്ളൂ. ഏകദേശം 2 കോടി രൂപയാണ് ഈ ഹോട്ടൽ വെക്കുന്നതിന് വേണ്ടി ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ചെലവഴിച്ചത്. ഇതിന്റെ ആളുകൾ ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം എങ്ങനെയായിരുന്നു തുടങ്ങി? ആളുകളെല്ലാം ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നവർക്ക് മാത്രമല്ല, ദീർഘദൂരം യാത്ര ചെയ്ത് ഇതിന്റെ ഉദ്ദേശം തന്നെ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന ആളുകൾക്ക് ഇവിടെ വാഹനം കയറ്റി പാർക്ക് ചെയ്ത് വിശ്രമിക്കാനും സൗജന്യമായി ശുചിമുറിയും മറ്റ് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ സൗജന്യമായിട്ടുണ്ട്. അതിന് ഫുഡ് കഴിക്കണമെന്നില്ല. ഫുഡ് കഴിക്കുന്നവർക്ക് ഫുഡ് കഴിക്കാം, വിശ്രമിക്കാം. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതിന്റെ കൂടെ ഇത് സൗജന്യമായ ഒരു സേവനമായിരുന്നെങ്കിൽ അതുകൂടി എങ്ങനെയാണ് നഷ്ടമായിട്ട്? ആ സൗജന്യമായി ഇരിക്കുന്ന സേവനം ഈ ഹോട്ടൽ അവസാനിച്ച ഹോട്ടലുകാരാണ് ഇതും കൂടെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇതിന്റെ കരാർ കൊടുത്തിരുന്നത്. അതോടുകൂടി ശുചിമുറിയുടെ പ്രവർത്തനം ഇവിടെ അതോടുകൂടി നിലച്ചു. ഞങ്ങൾ ഇവിടെ വരുന്ന വഴിയിൽ ഈ മദ്യക്കുപ്പികൾ ഒരുപാട് കിടപ്പുണ്ട്, ബിയർ കുപ്പികളൊക്കെ ഇതിന്റെ സമീപത്ത്. അത് ഇവിടെ ഉള്ള ആളുകളാണോ അതോ പുറത്തുനിന്ന് എത്തുന്നത്? പുറത്തുനിന്ന് എത്തുന്ന ആൾക്കാരാണ്. ഇവിടെ ഉള്ളവര് ഈ വഴിപോക്കര് മാത്രമാണ് ഇതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്യാമറകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. ക്യാമറകൾ 1-2 ക്യാമറകൾ മാത്രമേ അല്ല, അവിടെ മാത്രം സ്മിത ഓഡിറ്റോറിയത്തിലങ്ങാണ്ട് ക്യാമറ വർക്കാവുന്നുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പരാതി കൊടുക്കാനോ ഇത് വീണ്ടും ആരംഭിക്കാനുള്ള നടപടികളിലേക്ക് അങ്ങനെ എന്തെങ്കിലും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇന്ന് തുടക്കം നാളെ തുറക്കും കൈമാറും എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. ഇതിപ്പം നിർത്തിപ്പോയിട്ട് യാതൊരു ഇത് എന്താണ് ഇത് നഷ്ടം സംഭവിക്കാൻ കാരണം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അവരെ കോൺട്രാക്ട് തീർന്നെന്നാണ് നമുക്ക് തോന്നുന്നത്. അവർക്ക് 20 വർഷത്തെ ലീസിനും കണ്ടാണ് കൊടുത്തെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷെ അവർ 20 വർഷമൊക്കെ ആവുന്നപ്പോൾ അവർ പോയി കഴിഞ്ഞു. അല്ല, അവർക്ക് ലാഭകരം ഉണ്ടാകാഞ്ഞതുകൊണ്ടാണോ? അവർക്ക് അവരതായത് 3 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകൾക്കാണ് ഇവര് ലേലത്തിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളത്. അങ്ങനെയുള്ള ഹോട്ടലുകൾ പങ്കെടുത്ത് അവരിവിടെ ഫുഡിനൊക്കെ ഭയങ്കര റേറ്റായിരുന്നു. അവരുടെ ടൂറിസത്തിന്റെ റേറ്റ് അനുസരിച്ചുള്ള ആ റേറ്റിൽ പിന്നെ ഫുഡ് കൊടുത്തോണ്ടിരുന്നപ്പോൾ ഇവിടെ ആളുകൾ കയറി. ഇവിടെ വാടക എത്രയായിരുന്നു? ഈ വാടക എന്ന് പറയുന്നത് ഒരു മാസം 60,000 രൂപ വാടകയ്ക്കാണ് അവർക്ക് കൊടുത്തിരുന്നത്. ഈ കെട്ടിടം 60,000 രൂപ വാടക ഒരു മാസം. അപ്പം മുൻകൂറായിട്ട് എത്ര നാളത്തെ? 5 വർഷത്തേക്ക് അവർ മുൻകൂർ അടച്ചു എന്നാണ് നടത്തിക്കൊണ്ടിരുന്നവർ പറഞ്ഞത്. 5 വർഷം 60,000 രൂപ വീതം ഒരുമിച്ച് അടച്ച് നടത്തിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവര് ഫുഡിന്റെ ഇവിടെയൊക്കെ തൊട്ടടുത്ത് തന്നെ മറ്റു ഇന്ത്യൻ കോഫി ഹൗസ് അടക്കമുള്ള മറ്റു ഹോട്ടലുകളുണ്ട്. അവിടെയൊക്കെ ഫുഡിന് വളരെ റേറ്റ് കുറവാണ്. അങ്ങനെ വന്നപ്പോൾ ഇവിടെ അമിതമായ റേറ്റ് ഈടാക്കിക്കൊണ്ടിരുന്നപ്പോൾ യാത്രക്കാർ കയറാതാകുകയും ഇത് പൊളിയാണ് ചെയ്തത്. ഇപ്പൊ ഇതിന് നമുക്കൊരു തീരുമാനം പറയാനുള്ളത്, ഇത് പ്രാദേശികമായി കുടുംബശ്രീ പോലുള്ള പിന്നെ സംഘടനകളെ അല്ലെങ്കിൽ സ്വാശ്രയ സംഘങ്ങളെയൊക്കെ കണ്ടെത്തി അവർക്കിത് കൈമാറിയാൽ മിതമായ റേറ്റിന് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ നടന്നു പോവുകയും ചെയ്യും. യാത്രക്കാർക്ക് വിശ്രമിക്കാനും പറ്റും. നിങ്ങൾ ഈ കാര്യങ്ങൾ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഈ കാര്യങ്ങൾ ജില്ലാ കളക്ടറാണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ജില്ലാ കളക്ടർക്ക് രേഖാമൂലം ഇത് പരാതി കൊടുത്തിട്ടുണ്ട്. കുടുംബശ്രീക്കാർ 1-2 പേര് ഇത് അവർക്ക് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞ് അപേക്ഷ വെച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ആ അപേക്ഷ ഇപ്പോഴും ജില്ലാ കളക്ടർ മുമ്പ് ഇരിക്കുന്ന ഒരു തീരുമാനമായിട്ടില്ല. അല്ല, ഈ തീരുമാനം എടുക്കുന്നതിലുള്ള രാഷ്ട്രീയമായ എന്തെങ്കിലും സമ്മർദ്ദങ്ങളോടോ മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? എന്താണ് മനസ്സിലായത്? അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. എന്തായാലും ജില്ലാ കളക്ടറാണ് ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ചെയർമാൻ. അദ്ദേഹം തീരുമാനമെടുത്ത് ഇത് അവർ അപേക്ഷ വെച്ചിട്ടുണ്ട്. എന്തായാലും കൊടുത്തു കഴിഞ്ഞാൽ മിതമായ റേറ്റിൽ ഫുഡ് കൊടുത്താൽ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൽ ഇത് കാട് പിടിച്ചത് നശിച്ചു പോവാതെ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നശിച്ചു പോവാതെ അവർക്ക് വാടകയും കിട്ടും, മിതമായ റേറ്റിൽ ആളുകൾക്ക് ഫുഡും കൊടുക്കാം, യാത്രക്കാർക്ക് ശ്രമിക്കാനും സൗജന്യമായിട്ട് ശുചിമുറി ഉപയോഗിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഈ സമാനമായി ഈ തൊട്ടടുത്ത് തന്നെ കാണുന്നതാണ് അഗ്നിശമന സേനയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം. ഇവിടെ
സെക്യൂരിറ്റി ജീവനക്കാരടക്കം അതിന്റെ നിർമ്മാണങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടി സെക്യൂരിറ്റി ജീവനക്കാരുടെ സേവനമടക്കം ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. അവിടെ ഒരു വശത്ത് ഏതാണ്ട് 1 ഏക്കർ സ്ഥലത്താണ് ഈ അഗ്നിശമന സേനയുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ നിർമ്മാണം ഒരു വശത്ത് ഇങ്ങനെ തകൃതിയായി പുരോഗമിക്കുമ്പോഴും തൊട്ട് സമീപത്ത് ഇത്രയധികം മുതൽ മുടക്കി തുടങ്ങിയ ഒരു വിശ്രമ കേന്ദ്രവും അതിനോടനുബന്ധിച്ചുള്ള കഫറ്റീരിയും റെസ്റ്റോറന്റും പൊടി പിടിച്ച് കിടക്കുന്നു, പുല്ലുകയറി കിടക്കുന്നു. അവിടെ മദ്യപ സംഘത്തിന്റെ വലിയ തരത്തിലുള്ള ഒരു ശല്യമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗുരുതരമായ ഒരു അനാസ്ഥയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നൊരു വലിയ ചോദ്യമായിരുന്നു. അവിടെ കൃത്യമായി നാട്ടുകാരുടെ അടക്കം ഭാഗത്ത് നിന്ന് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന കൃത്യമായ ഒരു നിർദ്ദേശം, നിവേദനം അത് ജില്ലാ കലക്ടർക്ക് അവർ കൈമാറിയിട്ടും അവിടെ എന്തുകൊണ്ട് നടപടികൾ വൈകുന്നു എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇവിടെ നോക്കുമ്പോൾ വലിയൊരു പാറക്കെട്ടാണ്. ആ പാറക്കെട്ടിന് മുകളിൽ വീടുകളുണ്ട്. അവിടെ ഈ ഖനനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയപാതയോരത്ത് നിന്ന് ഏതാണ്ട് 200 മീറ്ററിൽ ഈ ഒരു തരത്തിലുള്ള ഖനനവും അനുവദിക്കില്ല എന്ന നിയമം അത് കൃത്യമായി നടപ്പിലാക്കുന്ന സാഹചര്യം വന്നതോടെയാണ് ഇവിടുത്തെ ഈ ഖനനം പൂർണ്ണമായി അവസാനിച്ചത്. അതിനുശേഷമാണ് ആ മനോഹരമായ സ്ഥലം അത് കൃത്യമായി വിശ്രമ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി വിട്ടു നൽകിയതും. കീഴിലുള്ള അവളിടം. ശ്രീമതി രശ്മി, നിങ്ങൾ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാളാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ ഇത്തരത്തിലൊരു പ്രവർത്തനം വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? കുടുംബശ്രീക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം വളരെ റേറ്റ് കുറഞ്ഞ രീതിയിൽ ഒരു ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ പാചകം ചെയ്ത് കൊടുക്കും. അങ്ങനെയാകുമ്പോഴത്തേക്ക് ഇവിടെ നല്ലൊരു ഇത് ഉണ്ടാവും. അതിൽ യാതൊരു മാറ്റവും. അപ്പൊ അങ്ങനെ കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഈ കാര്യം നിങ്ങൾ ആരെയെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ഈ കുടുംബശ്രീക്ക് ഈ കഫറ്റീരിയ, അതായത് കോണ്ടൂർ റോക്സ് റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ടിരുന്ന ഈ 2 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടം അത് കുടുംബശ്രീ ഏറ്റെടുത്താൽ ലാഭകരമായി ഇവിടെ ഭക്ഷണശാല തുടങ്ങാം എന്ന കാര്യം നിങ്ങൾ ആരെയെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? അത് അജയണ്ണൻ അത് ജില്ലാ കളക്ടറെയും ബാക്കിയുള്ളവരെയൊക്കെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അണ്ണനാണ് അതിന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു പൂർണ്ണമായ പിന്തുണയുണ്ടോ ഇങ്ങനെ ഒരു കാര്യം? അതെന്തായാലും ഉണ്ടാവും. നാട്ടുകാരെ പിന്തുണ. നിങ്ങളൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. ഞാനും ആ ചേച്ചി ഇവരെല്ലാരും ഇവിടെയുള്ള ആൾക്കാരാണ്. അപ്പം ഈ വെഞ്ഞാറമൂട്ടിൽ തന്നെ 2 കോഫി ഹൗസ് അടുത്തടുത്തുണ്ട്. അതിൽ നിന്ന് ഒരു കോഫി ഹൗസ് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാ സൗകര്യമുണ്ട്. വെഞ്ഞാറമൂട്ടിൽ ഇത്രയും റഷായ സ്ഥലത്ത് ഒരു വണ്ടി പാർക്ക് ചെയ്യാനോ ഒന്നിനോ ഫുഡ് കഴിക്കാനോ ആൾക്ക് വണ്ടി നിർത്താൻ പറ്റില്ല. അതുപോലത്തെ ഒരു സ്ഥാപനം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ബെറ്റർ ആയിരിക്കും, എല്ലാവർക്കും നേട്ടമായിരിക്കും. അല്ല, സ്വാഭാവികമായി നമ്മൾ ഈ വരുന്ന വഴിയിൽ അടക്കം ആ തിരക്ക് ശ്രദ്ധയിൽപ്പെട്ടാണ്. നമ്മൾ പോലും ഈ അവിടെയുള്ള റെസ്റ്റോറന്റുകളിലേക്ക് ചായ കുടിക്കാൻ പോലും കയറാൻ കഴിയാത്ത സ്ഥിതി, പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതാണ്. പക്ഷെ ഇവിടെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇതിനൊക്കെയുള്ള സ്ഥാപനം ചെറിയ വലിയ സംരംഭമായിട്ട് തന്നെ കോഫി ഹൗസ് നല്ലൊരു സംരംഭമാണ്. അതിൽ നടക്കുകയാണെങ്കിൽ ഒത്തിരി സ്ഥലങ്ങൾ, നല്ല സ്ഥലം എല്ലാവർക്കും ഉപചിതമായിട്ട് വരും. എവിടെ നിങ്ങൾ സൂചിപ്പിച്ച ഇതിന്റെ ബാക്കിൽ തന്നെ 10-25 സെന്റ് സ്ഥലം കാട് കയറി കിടക്കുകയാണ്. അവിടെ ഈ പാമ്പും ഇതിന്റെ ഓപ്പോസിറ്റാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഈ റോഡ് ക്രോസ് ചെയ്ത് പാമ്പെല്ലാം അതിനകത്തേക്ക് വരുന്നു. അതുപോലെ പട്ടികളെ എല്ലാം കൊണ്ട് ഭയങ്കര ശല്യമാണ്. രാത്രി കാലത്ത് ഈ വഴി കൂടി പോകാൻ പോലും പറ്റൂല. പട്ടികൾ കംപ്ലീറ്റ് ചെയ്ത് കിടക്കുകയാണ്. നായ്ക്കൾ ഒത്തിരി ഇവിടെ കിടക്കും. ഇപ്പൊ ഇതിന് ശേഷം പല ആൾക്കാരും 2 പ്രാവശ്യമായിട്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ കൂടെ ആരാണെന്നറിയില്ല ഇതിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് ഇതിനകത്ത് ആള് കയറി അതിന്റെ ബാക്ക് സൈഡിലെ ജനലെല്ലാം പൊട്ടിച്ചിട്ടേക്കാണ്. ഈ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടെന്നാണ് അതെല്ലാം ഇപ്പൊ അത്രയ്ക്ക് വേണ്ടി വനമായി പോയി. ഇപ്പൊ ഈ മഴയുള്ള സമയത്താണെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ല. അത്രയ്ക്കും ഇതിനകത്ത് കംപ്ലീറ്റ് കുറ്റിച്ചെടികളും അതും ഇതും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ പാറക്കെട്ടിന്റെ അടിഭാഗത്ത് അവിടെയൊക്കെ വെള്ളമുള്ള ഏരിയയാണ്. ആ സൈഡ് ആമ്പലും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഇത് അതായത് ഈ മഴവെള്ളം ഇതിന്റെ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വരികയും അതായത് കാണുവാൻ നല്ല ഏരിയയാണ് ആ സ്ഥലങ്ങൾ. അതിന്റെ അടിഭാഗങ്ങൾ കംപ്ലീറ്റ് ആമ്പലാണ്. അതായത് ആഴമുള്ള പ്രദേശമാണ് അവിടെ. എന്നിട്ട് ആ സ്ഥലത്ത് അങ്ങേയറ്റത്ത് കംപ്ലീറ്റ് കല്ല് പാവിയിട്ടുണ്ട്. അവിടെ ആൾക്കാർക്ക് കാണാൻ ഒരുപാട് നല്ല 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 ബ്യൂട്ടിയുള്ള സ്ഥലങ്ങളാണ് ആ കാണുന്നതല്ല. ഇതെല്ലാം നശിച്ച് ഇട്ടിരിക്കുന്നത്. ഈ പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറഞ്ഞത് ഒരു ദിവസം പോലും ഉപയോഗിച്ചിട്ടില്ല. ഇതിന്റെ പ്രവർത്തനം അന്ന് ഉദ്ഘാടനം ചെയ്ത് പോയപ്പോ ആരെങ്കിലും ഉപയോഗിച്ചെങ്കിലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആരും ഉപയോഗിച്ചിട്ടില്ല. ഇതിനകത്ത് ടോയ്ലറ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ ഹോട്ടലിൽ വരുന്ന ആൾക്കാരെല്ലാം അത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് ശബരിമല സീസണിൽ അയ്യപ്പന്മാർക്ക് പോകാൻ അവർക്ക് വേണ്ടിയൊക്കെയാണ് ഇത് ഉണ്ടാക്കിയത്.
ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ ചായ കുടിക്കാൻ വന്നാലും ആൾക്കാരെല്ലാം നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെയാണ് വരുന്നത്. അല്ല, ഒരു ചെറിയ സംശയം, ഇവിടെ ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് വരാത്ത ആളുകൾക്കും സൗജന്യമായി ഇത് ഉപയോഗിക്കാമെന്നായിരുന്നല്ലോ വ്യവസ്ഥ. അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ബോർഡും ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ആ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടില്ല, അത് പൂട്ടിയിട്ടേക്കാണ്. ഇത് ആർക്ക് പബ്ലിക്കിന് വേണ്ടി യാതൊരു ഉപയോഗവും ഇതിൽ ഉണ്ടായിട്ടില്ല. അന്ന് പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചത്. അതിനുശേഷം പബ്ലിക്കിന് വേണ്ടി ഇതുവരെ ഇത് തുറന്നു കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ഇന്ത്യൻ കോഫി ഹൗസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവിടേക്ക് നടക്കും എന്നല്ല പറയുന്നത്. ഈ രണ്ട് ഇന്ത്യൻ കോഫി ഹൗസ് വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ചുണ്ടെങ്കിലും അവിടെ എങ്ങും വണ്ടി പാർക്ക് ചെയ്യാൻ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. ആകെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ്, ഇതായത് വെഞ്ഞാറമൂട് കഴിഞ്ഞ് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് മാത്രം ഒരു 10 വണ്ടി പാർക്ക് ചെയ്യാം. അടുത്തുള്ളത് ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു കോഫി ഹൗസ് ഉള്ളത്. അവിടെ ആക്സിഡന്റ് ഏരിയയാണ്. ആ ഏരിയയിൽ കൊണ്ട് വണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതാണ്. ഇവിടെ ഇത്രയും വലിയൊരു പാർക്കിംഗ് സൗകര്യത്തോട് കിടന്നിട്ട് ഈ 10-12 വർഷം കൊണ്ട് ഇതെല്ലാം അനാഥമായിട്ടാണ് കിടക്കുന്നത്. ഏകദേശം ഈ പാറക്കോറി നിർത്തി 25 വർഷത്തോളം ഇത് ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും വലിയൊരു കാര്യമായിരുന്നു. സർക്കാർ ഇങ്ങനെ ഒരു സ്ഥാപനം വരുമ്പോൾ ഒന്നാമത് കാടും കയറി കിടക്കുന്ന ഈ ഏരിയയിൽ നല്ല ഇതായിരിക്കും എന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ എന്തുകൊണ്ടോ പ്രവർത്തിച്ച് 2 വർഷമാകുന്ന മുമ്പ് ഈ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ആ ഒരു പരിഭവം, അതിലൊരു രോഷം കൂടി അടങ്ങിയിട്ടുണ്ട്. കാരണം ഏറെ പ്രതീക്ഷയോടെ ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ മാറുന്ന തരത്തിലേക്ക് പ്രവർത്തനം തുടങ്ങിയ കോടിക്കണക്കിന് രൂപ മുടക്കിയ ഒരു വിനോദസഞ്ചാര വകുപ്പിന്റെ പദ്ധതിയാണ് ഇങ്ങനെ കാട് കയറി ഇഴജന്തുക്കൾക്ക് വിശ്രമ കേന്ദ്രമായി മാറുന്നത് എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു അനാസ്ഥയാണ് അത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് വലിയൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം വിശാലമായൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ആ പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപത്താണ് ഈ കഫറ്റീരിയയും ഈ വിശ്രമ കേന്ദ്രവും തുടങ്ങിയത്. ആ വിശ്രമ കേന്ദ്രം അല്ലെങ്കിൽ ആ ശുചിമുറി സൗകര്യം അത് ഉദ്ഘാടനം ചെയ്ത ദിവസം മാത്രമാണ് ഉപയോഗിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിനോദസഞ്ചാര വകുപ്പിന് ഏറെ പ്രതീക്ഷയോടെ വിജയകരമായ പ്രവർത്തനങ്ങൾ ലാഭകരമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് അനാസ്ഥയുടെ പേരിൽ ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയൊരു അനാസ്ഥയാണ് എന്നൊരു ചോദ്യം കൂടി ഉയരുകയാണ്. എന്തായാലും ഞങ്ങൾ ഈ വാർത്ത പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക്, സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക്, അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനം വലിയ കടക്കണിയിൽ പൊറുതിമുട്ടുകയാണ്. അത്തരത്തിൽ ധനപ്രതിസന്ധിയിൽ പൊറുതിമുട്ടുന്ന സർക്കാരിന് ആ പ്രതിസന്ധികളിൽ നിന്ന് അതിജീവിക്കാൻ ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രവർത്തനം തുടങ്ങിയ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ ലാഭകരമായ രീതിയിൽ നിങ്ങൾ സൗജന്യമായി നൽകേണ്ട, നിങ്ങൾ ആ പണം ഈടാക്കിക്കോളൂ. ഇവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ശൌചാലയം ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ അവിടെ വിശ്രമിക്കുന്നതിനൊക്കെ പണം ഈടാക്കിക്കോളൂ. എങ്കിൽ പോലും ആ പണം മുടക്കിക്കൊണ്ട് ഇവിടെ ആ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ കൊതിക്കുന്ന ഒരുപാട് ആളുകൾ, യാത്രക്കാർ, മലയാളികളുണ്ട്. അവർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം വിനോദസഞ്ചാര വകുപ്പ് ആരംഭിച്ചപ്പോൾ അതിനെ നോക്കിക്കണ്ടത്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ചുവപ്പുനാടയിൽ കുരുങ്ങിയിരിക്കുന്നു. പരാതികൾ ഏറെ സർക്കാരിന്റെ ഭാഗത്തേക്ക്, ജില്ലാ ഭരണകൂടത്തിനൊക്കെ ലഭിച്ചിട്ടും എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്നൊരു ചോദ്യമുണ്ട്. അവിടെ 6 വർഷം മുമ്പ് ഇതിന്റെ പ്രവർത്തനം നിലച്ചുവെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായി കുടുംബശ്രീ അടക്കമുള്ള സംവിധാനങ്ങളെ, വനിതാ സംരംഭകരെ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നെങ്കിൽ അത് എത്രത്തോളം ലാഭകരമാകുമായിരുന്നു എന്ന കാര്യം തന്നെയാണ് നാട്ടുകാരും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നവരുമൊക്കെ പങ്കുവെക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു സ്ഥലത്തെ മാത്രം കാഴ്ചയല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വെഞ്ഞാറമൂടിന് അടുത്തുള്ള സ്ഥലത്താണ്. അവിടുത്തെ വഴിയോര വിശ്രമ കേന്ദ്രത്തിലാണ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ചിട്ട് പാതി വഴിയിൽ അതിന്റെ പ്രവർത്തനം നിലച്ചുപോയ ഒരുപാട് കാഴ്ചകളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഈ വെഞ്ഞാറമൂട്ടിലുള്ളത്. എന്തായാലും നമുക്ക് ഈ ആളുകളുടെ അല്ലെങ്കിൽ ഇവിടെ അവരാണ് നേരിട്ട് അതിന്റെ അനുഭവസ്ഥരായിട്ടുള്ളവർ. ഈ കുടുംബശ്രീക്ക് മാത്രമാണോ ഇവിടെ അങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങാൻ പറ്റുന്നത്? അല്ലെങ്കിൽ കുടുംബശ്രീക്ക് മാത്രമല്ല, കുടുംബശ്രീയെ കൊണ്ട് ഇത്രയും വലിയൊരു സ്ഥാപനം നടത്താൻ ബുദ്ധിമുട്ടാവുമെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് അടുത്തൊരു ആണെങ്കിൽ അത്രയും കഴിവുള്ള ഈ പറഞ്ഞതുപോലെ കോഫി ഹൗസോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് കൊടുത്താൽ, കോഫി ഹൗസിന് അപേക്ഷ കൊടുത്തില്ല എന്നാണ് പറയുന്നത്. കൊടുത്തിട്ടില്ലെന്നോ? അവർ അപ്ലൈ ചെയ്തു, പക്ഷെ അവർക്ക് അനുമതി കൊടുത്തില്ല, സാങ്ഷൻ കൊടുത്തില്ല എന്ന് ഇപ്പൊ അജയം പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടപ്പോ ചോദിച്ചു നോക്കണം. അപ്പൊ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടെങ്കിലും ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കുവോ? അങ്ങനെ സർക്കാർ അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമോ? ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകും. ആരെങ്കിലും ഇതുപോലെ നാട്ടുകാരെല്ലാരും രംഗത്ത് വരുന്നെങ്കിൽ ഞങ്ങൾ അതിന് സപ്പോർട്ടാണ്. അത്രേ ഉള്ളൂ. അതിനായിട്ട് മുന്നിട്ടിറങ്ങാനുള്ള ഇതില്ല. അല്ല, ഈ സാമൂഹ്യ വിരുദ്ധ ശല്യം എന്ന് പറയുമ്പോൾ ശല്യമാണ് മെയിൻ. എല്ലാ ദിവസവും ഉണ്ട് പിള്ളേര്, പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ആയിട്ട് ഇതിനകത്ത് വരുന്നത് നമുക്ക് കാണാം. ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന അപ്പുറത്താണ്. ഒരു 9 മണി കഴിഞ്ഞാൽ കാണാം, പകല് കാണാം, രാത്രി 9 മണി കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ട്. പോലീസൊക്കെ ഇവിടെ വന്ന് എത്ര തവണ ഓട്ടിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ.
ഓക്കെ, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് ഇവരുടെ ഇടപെടൽ മാറിയിട്ടുണ്ട്? ബുദ്ധിമുട്ട് ഞങ്ങൾ രാത്രിയിലെ പുറത്തു വരാറില്ല അങ്ങനെ. എന്നാലും നമ്മളൊരു പക്ഷെ എന്തെങ്കിലും കാര്യത്തിന് വെളിയിൽ ഇറങ്ങിയാൽ കാണാറുണ്ട്. അപ്പൊ ഇവര് പിന്നീട് ഈ പോലീസിന്റെ ഒക്കെ ഒരു നിരീക്ഷണം ഉണ്ടോ ശക്തമാക്കി? എപ്പോഴും ഉണ്ട്, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പഴീ അടുത്ത ദിവസങ്ങളിൽ അവരുണ്ട്, മിക്കവാറും ദിവസങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പിള്ളേരല്ലേ. ചേട്ടന്റെ വീട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, തൊട്ട് സമീപത്ത് എതിർവശത്താണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഇത് ഏത് തരത്തിലേക്ക്, അതായത് നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഇത് എങ്ങനെ ഇത് ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്? ഈ ഹോട്ടലിൽ ഇപ്പൊ നിർത്തിപ്പോയിട്ട് ഏകദേശം 4-4.5 വർഷത്തോളമായി. അല്ല, 7 വർഷത്തോളമായി. അത് കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് പ്രൈവറ്റ് വലിയ വലിയ ഹോട്ടലിന്റെ ഉടമകളും അവര് വരും, ഇവിടെ വന്ന് അന്വേഷിക്കാറുണ്ട്. ഇതിന്റെ തൊട്ടടുത്താണ് ഇപ്പൊ എന്റെ വീടാവുണ്ട്. വീട്ടിൽ വന്ന് ചോദിക്കാറുണ്ട്, ഇതിന് നമ്മൾ എങ്ങനെയാണ്, എവിടെയാണ് തിരക്കേണ്ടത്. നമ്മളിത് പഞ്ചായത്ത് KTDC ആണ്, അപ്പോൾ നിങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതിന്റെ റെന്റ് എന്നൊന്നും എനിക്കറിയില്ല, അവിടെ ചോദിക്കാൻ പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി യാതൊന്നും ഒരു ഇതിങ്ങനെ ഒരു ഉപയോഗശൂന്യമായി കിടക്കുന്നതുകൊണ്ട് ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണ്? നാട്ടുകാരെന്നത് തീർച്ചയായിട്ടും നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇങ്ങനെ ഇത്രയും കാടും ഇതും കയറി കിടക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇഴജന്തുക്കളെ കൊണ്ടും എല്ലാം ശല്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിലുപരി ഒരു സർക്കാർ വക സ്ഥാപനം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ പഞ്ചായത്തിനകത്ത് തന്നെ പല പല സർക്കാർ സ്ഥാപനങ്ങളും പുതുക്കി പണിയുമ്പോഴും അവിടങ്ങളിൽ റെന്റിനൊക്കെ ഓരോരോ ബിൽഡിംഗ് എടുത്തിട്ട് അമിത റെന്റിലാണ് ഇവരിയ്ക്കുന്നത്. എന്നിട്ട് പോലും ഈ നല്ലൊരു സ്ഥാപനം ഇങ്ങനെ കാടും കയറി നശിപ്പിച്ച് ഇട്ടിരിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം. സർക്കാരിന്റെ പൈസ ഇല്ലേ എന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പൂട്ടിക്കിടന്നിട്ട് ഇവരെന്ത് ഇതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാത്തതും മറ്റ് നടപടിക്രമങ്ങൾ എടുക്കാത്തതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഇത്തരത്തിൽ ഏതെങ്കിലും ആളുകൾ അല്ലെങ്കിൽ ഇതിന് നഷ്ടത്തിൽ പോയതിനു ശേഷം മറ്റാരെങ്കിലും ഇത് ഏറ്റെടുക്കാൻ സന്നദ്ധരായി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ ഇത് എങ്ങനെയാണ് റെന്റും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോഴവർ ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് പറയുന്നുണ്ട്, പഞ്ചായത്തുമായിട്ട് നിങ്ങൾ ആദ്യം ബന്ധപ്പെടുക, എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ. അതല്ല നമുക്കൊന്നും ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഭീമമായ തുക വാടക ഇനത്തിൽ ആവശ്യപ്പെട്ടതായിരിക്കുമോ ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ പ്രവർത്തനം ലാഭകരമല്ലാതെ പോയതിന്റെ ഒരു പ്രധാന കാരണം? സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ 2 വർഷം ഇവിടെ ഈ ഹോട്ടൽ നടത്തിയിട്ട് അവർക്ക് നഷ്ടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കൊണ്ടോറോക്ക് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാല് ഇത് ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊന്നല്ല, എനിക്കൊന്ന് കുട്ടനാട് മേഖലയിൽ ഉണ്ട്. അങ്ങോട്ടാണ് ഇത് കൂടുതലും ഇതിന്റെ പേരുകളും ഇതിന്റെ മറ്റ് ബ്രാഞ്ചുകളും ഉള്ളത്. അപ്പം ഒരുപാട് വെളിയ നാടുകളിൽ നിന്നും ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാർ എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. രാത്രി ഒരുപാട് ഇവർക്ക് നന്നായിട്ട് ഫുഡുകളും കാര്യങ്ങളും എല്ലാം വിറ്റ് പോകുന്നുമുണ്ട്. അത് മാത്രമല്ല, ഈ കാണുന്ന ഈ കാട് മാത്രമല്ലായിരുന്നു. ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ചെറിയ ചെറിയ കുടില് കണക്ക് ഇവർ ഇവിടെ ഇവിടെ എല്ലാം ഉണ്ടാക്കി. പിന്നെ ഇത് എല്ലാം ഡിസൈനായിരുന്നു, കാണാനും നല്ല കുളിർമയുള്ള ഇതായിരുന്നു. കംപ്ലീറ്റ് ലൈറ്റും അറേഞ്ച്മെന്റും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നശിച്ചു കിടക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് കാണുന്നത്. ഹോട്ടലിന്റെ കയ്യിലിരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഏരിയ ഉണ്ടായിരുന്നു. ഈ ഇന്റർലോക്ക് കണ്ടിന്യൂ ആയിട്ട് അങ്ങോട്ട് കുറച്ചും കൂടെ ഉണ്ട്. ഇതെല്ലാം കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഇതെല്ലാം കാട് കയറി എല്ലാം പോയി. നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു 25 സെന്റ് സ്ഥലം അവിടെ വിജനമായി. അവിടെ അത് ആഴമുള്ള സ്ഥലമാണോ, എന്താണ്? ആഴമുള്ളതല്ല. ഈ കാണുന്ന പാറയുണ്ടല്ലേ, പാറയുടെ മണ്ടയിൽ നിന്ന് വെള്ളം വീണ് താഴെ ഭാഗത്ത് കുഴിഞ്ഞു കിടക്കുന്നു. അതിനകത്ത് ആമ്പലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം കുറെ വാഴയും കാട്ടുചെടികളും ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ നാട്ടുകാർ പങ്കുവെക്കുന്നത് ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഈ വിജനമായ ഒരു അവസ്ഥ അത് എത്രത്തോളം അവർക്ക് വിഷമമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ അത് എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുന്നു എന്ന കാര്യം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആണ്. താങ്കളുടെ പേര്? പ്രസാദ്. ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? എന്താണ് അതിലൊരു നടപടി വൈകുന്നതിന്റെ കാരണം? വൈകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ അപ്പുറത്തെ വാർഡിലെ മെമ്പറാണ്, പക്ഷേ കിടായി ഗുണമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഇത് നമ്മൾ പണ്ട് മുതലേ ഇവിടെ ഒരു കളിസ്ഥലത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, അത് നടന്നിട്ടില്ല. കളി സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ആളുകൾക്ക് നടക്കാനും ഇത് കാലത്തെ ഒരുപാട് പേര് നടക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ആൾക്കാർ. ഈ റോഡിൽ നടക്കാൻ നോക്കില്ല, ബസ്സിന്റെ ശല്യം കാണും. അപ്പൊ ഇവിടെ അതിനുള്ള സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ ഒരു വോളിബോൾ കോർട്ടിന് വേണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷെ അന്നും കിട്ടിയിട്ടില്ല. അല്ല, ഈ നിലവിൽ ഇപ്പൊ ഇത്രയും 2 കോടിയിലധികം രൂപ മുടക്കിയ ഒരു സ്ഥലമാണ് ഇങ്ങനെ ശൂന്യമായി കിടക്കുന്നത്. അത് ഇനിയും അതുപോലെ എന്തെങ്കിലും ഒരു കളിസ്ഥലത്തിന് തുടങ്ങുന്നതിന് വേണ്ടിയോ അല്ലാണ്ട് സാധാരണക്കാർക്ക് ഇവിടെ ഒരു ഉപയോഗമില്ല. ഇതുകൊണ്ട് ഇവിടെ വന്നതുകൊണ്ട് യാതൊരു ഉപയോഗമില്ല. ഒരു നാട്ടുകാർക്കോ അതുപോലെ തന്നെ ഈ ഒരു മനുഷ്യനും ആർക്കും ഒരു ഉപയോഗമില്ലാത്തൊരു ഇതായിപ്പോ ഈ കോണ്ടൂർ റോക്സ് ഇവിടെ വന്നത്. അപ്പൊ ഇനി ഇത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇനി ഇവിടെ കൊടുക്കണമെങ്കിൽ ഒരു ഈ ഇന്ത്യൻ കോഫി ഹൗസ് പോലുള്ള വന്ന കുഴപ്പമില്ല. അപ്പൊ സാധാരണക്കാർക്ക് കയറി
കഴിക്കുക, എന്തെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഈ ബാക്കി കിടക്കുന്ന സ്ഥലം നമുക്ക് വല്ല വോളിബോൾ കോർട്ടിനോട്ട് ഷട്ടിൽ കോക്ക് കളിക്കാനോ ഫുട്ബോളിനുള്ള സ്ഥലമൊന്നും ഇനി കിട്ടൂല. അതെല്ലാം പോയി. അപ്പൊ ഇനി ബാക്കി കുറച്ച് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് പേര് പല സ്ഥലത്തുമാണ് കളിക്കാൻ പോകുന്നത്. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് ചെറുപ്പക്കാർ നല്ല നിലയിൽ പോകുമായിരുന്നു. ഇപ്പൊ അപ്പുറത്ത് തന്നെ സ്വിമ്മിംഗ് ക്ലബ്ബുണ്ട്. അവിടെ നിന്നൊക്കെ ഈ ഒരുപാട് പേര് ജോലിക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടെങ്കിലും പരപ്പങ്കോടും ശ്രീശാസ്ത്രയിലും എല്ലാ റെയിൽവേയിലൊക്കെ ഒരുപാട് പേര് ജോലി കയറിയിട്ടുണ്ട്. അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ട്. അവിടെ ഇവിടെ നമുക്ക് കളിസ്ഥലമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പയ്യന്മാരൊക്കെ ഒരുപാട് ഈ നടക്കാനോ ഒന്നിനും പറ്റുന്നില്ല. കഴിയാതെ ആരും ഈ സ്പോർട്സിനോടൊരു ഇതുമില്ലാതെ അങ്ങ് പോവുകയാണ്. ഈ വഴക്കം ഒന്നുമില്ല ആർക്കും. അപ്പൊ അതും കൂടി ഒന്ന് ശരിയാക്കാമെങ്കിൽ വളരെ ഉപയോഗമായിരിക്കും. കാരണം ഒരു വോളിബോൾ കോർട്ടോ ഷട്ടിൽ കോർട്ടോ ഇതൊക്കെ കിട്ടിയാൽ ഏറ്റവും നന്നായിരിക്കും. എന്തായാലും ഈ ജനപ്രതിനിധികളടക്കം ഇവരാരും മുമ്പോട്ട് വെക്കുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ അതൊന്നും ഒറ്റപ്പെട്ട വിമർശനങ്ങളോ ആക്ഷേപങ്ങളോ അല്ല. അത് ഈ കീഴായിക്കോണം എന്ന സ്ഥലത്തെ നാട്ടുകാരുടെ, ജനങ്ങളുടെ, ഈ നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെ ഒരു കൂട്ടായ അല്ലെങ്കിൽ അവരുടെ കൂട്ടായ ഒരു വിമർശനമാണ്, നിവേദനമാണ്. അത് അധികാരികളുടെ കണ്ണിൽപ്പെടട്ടെ. അതിന്മേൽ കൃത്യമായ നടപടികൾ വിനോദസഞ്ചാര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ. ആ ഇടപെടൽ പ്രതീക്ഷിച്ച് തന്നെയാണ് ന്യൂസ് 18 ഇത്തരമൊരു ദൌത്യം ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന ഈ പരിപാടിയിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ വീണ്ടും പുനരാരംഭിക്കുന്നത് സംസ്ഥാനത്ത് സമാനമായ രീതിയിൽ അടഞ്ഞുകിടക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പിലാക്കുന്നതിന്റെ ഒരു കാരണമായി മാറട്ടെ എന്ന പ്രതീക്ഷയോടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഈ പരിപാടി